Hello cuties and buddies, welcome back to my channel. Here's me, your talkative. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്. ആദർശ് എന്നാണ് കൂട്ടുകാരൻ്റെ പേര്. അപ്പോൾ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാതിരിക്കുന്നത് അത് തെറ്റല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, നമ്മൾ അപ്പാർട്ട്മെൻറ്റായിട്ട് താമസിക്കുന്ന അല്ലെങ്കിൽ വെളിയിൽ വന്നൊക്കെ താമസിക്കുന്ന എല്ലാവർക്കും പിടിയിട്ടുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും ചെറിയൊരു ടൈം പീരീഡിൽ തന്നെ ഭയങ്കര വലിയൊരു ബോണ്ടാവും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു ബോണ്ടുള്ളൊരു മനുഷ്യനാണ് ഈ ആദർശം എന്ന് വെച്ചാൽ കണ്ണൂരുകാരനാണ്. അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആണ് നാളെ വരുമ്പോൾ 3 ഏപ്രിൽ 2025 ആളുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? ഇന്നിപ്പോൾ രാത്രിയായി, നമ്മളെല്ലാം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. സോ വരുന്ന ടൈമിൽ പോലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അത് നമ്മൾ വിചാരിച്ചു നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ ഒരു ചെറിയ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ബർത്ത്ഡേ പാർട്ടി അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. ആ ഒരു ടൈമിലാണ് നമ്മൾ വേറെ കാര്യം നോട്ടീസ് ചെയ്തത്. ആളുടെ വൈഫും കൂടെ ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഗിഫ്റ്റ് മേടിക്കാനും കേക്ക് മേടിക്കാനും എല്ലാ പരിപാടിക്കും കൂടെ ഉള്ള പോക്കാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് പോയിക്കൊണ്ട് കാണാം, അതല്ലേ നല്ലത്. ഗൈസ്, അങ്ങനെ മാർക്കറ്റിൽ എത്തി. എല്ലാവരും ഇറങ്ങിയിട്ട് പോയി നോക്കണം, ഷർട്ട് കൊള്ളാമെന്നില്ല, ഷർട്ട് എടുക്കണം. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി. എന്തായാലും നമുക്ക് ഷർട്ടിൻ്റെ സെക്ഷനിൽ ഓക്കെ ബൈ. ഗൈസ് ഫുൾ ഓൺ കൺഫ്യൂഷനാണ്. എവിടെ തന്നെ നിങ്ങൾ നോക്ക്, എന്തുമാത്രം സെലക്ഷനാണെന്ന് കണ്ടിട്ട് മനുഷ്യൻ്റെ കണ്ണ് കളിഞ്ഞു. പക്ഷെ ആള് നമ്മുടെ ഡ്രസ്സ് ഇപ്പോൾ 5 സ്ലീവിൽ തന്നെ ഈ ഒരു ഷർട്ട് ഇതൊക്കെ നൈസാണ്, പക്ഷെ ആൾ ഇടുമെന്നുള്ളൊരു ഡൗട്ടാണ്. അതേപോലെ ഈ ഒരു ഷർട്ട്, ഈ ഒരു ക്ലോത്ത് 5 സ്ലീവാണ്, അല്ലേ, രസമുണ്ട് കാണാൻ, പക്ഷെ ആൾ ഇടൂല 5 സ്ലീവ്. അതാണ് സീന്. ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് ഫുള്ള് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന 3 പേര്. എന്തെടുക്കണമെന്നൊരു പിടുത്തമില്ല. ഈ ഒരു ഷർട്ട് ഉണ്ടോ നിങ്ങൾ? ഇതിൽ ഓൾറെഡി പോക്കറ്റ് ഇല്ല, പക്ഷെ അതിന് പകരം എന്താ ഇവിടെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് പോക്കറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വേണമെങ്കിൽ ഇവിടെ വെച്ച് സെറ്റ് ചെയ്യാം. ഉള്ളതല്ലേ ടെക്നോളജി? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഐറ്റം. പോക്കറ്റ് നമുക്ക് കൂടെ വേണം. മാർക്കറ്റിൽ വന്ന് അതിനെ തന്നെ ഇപ്പം തന്നെ ഇളക്കി ഇട്ട് നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ള അതീവ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനത്തിലാണ് വീഡിയോ ഉള്ളത്. എന്തായാലും നോക്കാം. കാര്യം ഒന്നുമില്ല, ഇവർ രണ്ടാളും ഒരേ സൈസാണ്, ബോഡി സൈസ്. അപ്പോൾ കുറച്ചുകൂടെ പ്രിഫറൻസ് ആളിട്ട് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഇവരുടെ രണ്ടുപേരുടെ മൈൻഡ് സെറ്റും ഒരു സെയിമാണ്. അതേപോലെ തന്നെ ഡ്രസ്സിങ് സെൻസും അതേപോലെ ബോഡി ഷേപ്പും എല്ലാം സെയിമാണ്. സോ അവരിട്ട് നോക്കിട്ടെ, നോക്കി കറക്റ്റ് സൈസാണെങ്കിൽ സെറ്റല്ലേ. ആ കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഡാർക്കും അല്ല എന്നോ ലൈറ്റും അല്ലാത്തൊരു തരം ബ്ലാക്ക് അല്ലേടാ അത്? ഒരു ബ്ലാക്കും അല്ല എന്നാലും ഗ്രേയും അല്ല, അങ്ങനത്തെ ഒരു മോഡാണ്. പക്ഷെ സാധനം സീനാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഗൈസ്, അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. സാധനം എന്താ ഫുൾ പാക്ക് ചെയ്ത് സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. നേരെ വണ്ടി കയറുന്നു, നേരെ റൂമിലോട്ട് പോകുന്നു, അത് തന്നെ സർപ്രൈസ് ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ബർത്ത്ഡേ പയ്യൻ്റെ സ്പെഷ്യൽ പരിപാടിയാണിന്ന്. ഇതാ ഒരു പായസം, പയ്യൻ്റെ വക ബിരിയാണി, പിന്നെ ബിരിയാണി വെച്ചതിൻ്റെ ബാക്കി. അതും ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? തിരിഞ്ഞു കാണിക്കല്ലേ, അത് നോക്കുന്ന എന്താണെന്ന് മനസ്സിലായി. പണി വെച്ചിട്ടോ എന്നാണ് ആദ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നേരെയായിട്ട് തെരയാണ് എന്തരാണെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും പിടിയിട്ടില്ല. സൽമാനെ അല്ലേ ഒക്കെ തോന്നു കൊടുക്കുന്നു. എന്താ അത് എന്താണ് തിരയുന്നത്? പറ, അത് എന്താണ് ഇത്ര സമയത്ത് തിരഞ്ഞത്? പറ. വാഷിംഗ് മെഷീൻ വരെ തുറന്നു കൊടുക്കുന്നു. നമ്മൾ പണി കൊടുത്തിട്ടുണ്ടോ അറിയാനുള്ള പ്ലാനാണ്.
Happy birthday to you. അപ്പോൾ ഗൈസ് നമ്മുടെ ബർത്ത്ഡേ പരിപാടി എല്ലാം കഴിഞ്ഞു. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വൈഫ് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഇവിടെ അയച്ചു തന്നു. ആ ഗിഫ്റ്റ് നമ്മൾ കൊടുത്തു. അതൊക്കെ കണ്ടപ്പോൾ എന്ത് പറയണമെന്നൊരു അമ്മാതി ഹാപ്പി പോയി. സോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ ഇനി ലവറായിക്കോട്ടെ, വീട്ടിൽ അമ്മ ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ആർക്കെങ്കിലും ഇതേപോലെ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ചെയ്യുക. ഗിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കണ്ണിൽ കാണുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സന്തോഷത്തിന് ഭയങ്കര പ്രൈസ്ലെസ് ആണ്. ഇനിയും ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടിൽ ദാൻ ദിസ് ഈസ് യുവർ ടോക്കറ്റീവ് സൈനിങ് ഓഫ്. ബൈ.